അതിപ്പോൾ ഞാൻ നോക്കുമ്പോൾ നിലമ്പൂർ ജനങ്ങളാകെ വലിയ ആവേശത്തോടുകൂടി സ്വരാജിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥി അവർക്ക് ലഭിച്ചിരിക്കുന്നു. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിലപാടുകളിൽ നല്ല കൃത്യതയുള്ള, മറ്റൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്യാതെ നാടിന്റെയും മതനിരപേക്ഷ താൽപര്യവും വികസന താൽപര്യവും സംരക്ഷിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെയാണ് ലഭിച്ചിട്ടുള്ളതെന്ന അഭിമാനം അവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും മുഖഭാവങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് LDF അവതരിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 9 വർഷം കേരളം കണ്ടിരിക്കുന്ന വികസനം, നിലമ്പൂരിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള വികസനങ്ങൾ, ഇതെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും പ്രാപ്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. മികച്ച രീതിയിൽ തന്നെ വിജയിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. അല്ല, അത് അവരുടെ ഭാഗമായി തന്നെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ കാണേണ്ട ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല മേഖലയിലുള്ള ആളുകൾ ഉൾപ്പെടെ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം കൂടി വന്നതോടെ നല്ല രീതിയിൽ അതിനെ പിന്തുണയ്ക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം എല്ലാ കാലത്തും നിലയുറപ്പിച്ചവർ മാത്രമല്ല, ഇത്തരം പ്രശ്നങ്ങളിൽ സ്ഥാനാർത്ഥിയെയും വികസന കാര്യങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ വച്ച് നിലപാടെടുക്കുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. അവരെല്ലാവരും ഈ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ സ്വരാജിനെ നാട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മികച്ച രീതിയിൽ വിജയിക്കാൻ കഴിയുന്ന പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പൊതുവെ രാഷ്ട്രീയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് എന്നാണ് കണക്കാക്കുന്നത്. ഒരു പുതിയ കേരളത്തിലേക്ക് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നു എന്നത് 9 വർഷത്തിന്റെ ഈ വാർഷിക ആഘോഷങ്ങളിൽ കേരളമാകെ ചർച്ച ചെയ്തു. ഞങ്ങൾ തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആ മണ്ഡലത്തിൽ പോയപ്പോൾ ആ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ വലിയ ഒരു മുന്നേറ്റം അന്നത്തെ അവിടുത്തെ ജനപ്രതിനിധി തന്നെ അവതരിപ്പിച്ച കാര്യം ഓർക്കുന്നുണ്ട്. നാട്ടിലെ ജനങ്ങളും ഏറ്റവും വലിയ ആവേശത്തോടു കൂടിയാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. അപ്പോൾ നിലമ്പൂരിൽ വിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. അല്ല, അതിപ്പോൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഓരോന്നും വിലയിരുത്താലോ എങ്ങനെയാണെന്നുള്ളത്. അതിപ്പോ നമ്മുടെ കൂടെയൊക്കെ നിൽക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരെയും നല്ല രീതിയിൽ തന്നെയാണല്ലോ കൈകാര്യം നമ്മൾ ഒപ്പം നിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഓരോരുത്തർക്ക് ആലോചിക്കാൻ അവസരം കിട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ. ജോസഫിന്റെ വിഷയത്തിലെ ശക്തമായ മുരളീധരന്റെ വിമർശനത്തിന് ശക്തമായൊരു മറുപടി കൊടുത്തിട്ടുണ്ട് ജോസഫ്. അതിനേക്കാൾ അപ്പുറം ഒന്നും പറയാനില്ലല്ലോ.